ഹായ് ഹലോ വണക്കം നമസ്കാരം. ഒരുപാട് നാളായി ഞാൻ വീടിന് പുറത്ത് പോകാതെ ഒന്ന് മടി പിടിച്ച അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ പയ്യന്മാർ ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ വിളിച്ചത്. ലൊക്കേഷൻ ആലപ്പുഴ. മുമ്പ് ഒരിക്കൽ പോകാൻ ചാൻസ് കിട്ടിയെങ്കിലും അന്ന് പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം കയ്യിലുണ്ടായിരുന്ന പൈസ എടുത്ത് ഞാൻ റെഡിയായി. രാവിലെ 7 മണിക്ക് പോകാൻ എന്നാണ് പ്ലാൻ. കാരണം 11 മണിക്ക് ബോട്ടിംഗ് ടൈം. നമ്മൾ കൊട്ടാരക്കര കഴിഞ്ഞപ്പോൾ ഒരിടത്ത് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഞാൻ ആദ്യമായി ആലപ്പുഴയിലേക്ക് പോകുന്നത് കൊണ്ടാണോന്ന് അറിയില്ല, നമ്മൾ പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള കാഴ്ചകൾ കണ്ട് ഞാൻ എക്സൈറ്റഡും വളരെയധികം സന്തോഷവും എനിക്കുണ്ടായി. ഇരുവശങ്ങളിലും പാടങ്ങളും തെങ്ങുകളും ചെറിയ ചെറിയ വീടുകളും കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ ഇരുവശങ്ങളിലും ഒഴുകുന്ന കായലും അവിടെ കെട്ടിയിട്ടിരിക്കുന്ന വള്ളങ്ങൾ, ഇതൊക്കെ കണ്ട് ഞാൻ യാത്ര തുടർന്നു. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പാലം കടന്നപ്പോൾ അതിന് താഴെ ഒരുപാട് ഹൗസ് ബോട്ട്സ് നിരത്തിയിട്ടിരിക്കുന്നത് കാണാൻ വളരെയധികം ഭംഗിയുണ്ടായിരുന്നു. അത് ഞാൻ TV-യിൽ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കണ്ടപ്പോൾ അതിലേറെ ഭംഗിയായിരുന്നു. അതെനിക്ക് വീഡിയോ പകർത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു. ലേറ്റ് ആകരുതെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ നമ്മളല്ലേ കുറച്ച് ലേറ്റായി. അവിടെ എത്തിയപ്പോഴാണ് ബോട്ട് ബുക്ക് ചെയ്തത് 8 മണിക്കൂറെന്ന് അറിഞ്ഞത്. നമ്മളുടെ പ്ലാൻ എന്ന് വെച്ചാൽ 5-6 മണിക്ക് ബോട്ടിംഗ് കഴിഞ്ഞ് നമുക്ക് വേറെ ഏതെങ്കിലും പ്ലേസ് കൂടി വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു പോയത്. പക്ഷേ അത് നടന്നില്ല. പിന്നെ നമ്മൾ വിചാരിച്ച പൈസയെക്കാട്ടിയും കുറച്ചുകൂടിയായി. അങ്ങനെ ആ പൈസ പിരിച്ച് നമ്മൾ ബോട്ടിംഗ് തുടങ്ങി. ആദ്യം കണ്ടത് വെള്ളം ഫുൾ വേസ്റ്റ്. അതൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിട്ട് പോലും കുറച്ച് ഡിസപ്പോയിൻ്റ് ആയി. എങ്കിലും യാത്ര തുടങ്ങി. കുറച്ച് പോയപ്പോൾ ചുറ്റും മനോഹരമായ ഹൗസ് ബോട്ട്സും മറ്റു കാഴ്ചകളും. പോകുന്ന വഴിക്ക് ഒരു ചെറിയ കടയിൽ നിർത്തി വാഴയ്ക്കപ്പവും ബീഫ് കറിയും കഴിച്ചു. സത്യം പറയാം, സൂപ്പർ ടേസ്റ്റ്. പിന്നെ ഫിഷിംഗ്. ഒരിടത്ത് നിർത്തിയതിന് ശേഷം ഒരാൾ ആദ്യം തുടങ്ങി. പിന്നെ 2-3 പേർ കൂടി ചേർന്നു. ആദ്യം ആർക്കാണ് മീൻ കിട്ടുന്നതെന്ന് നോക്കി. പക്ഷേ ആർക്കും മീൻ കിട്ടിയില്ല. ആദ്യം ഇരുന്നവന് കോമ്പറ്റീഷൻ തുടങ്ങുന്നതിന് മുമ്പ് കിട്ടിയതല്ലാതെ പിന്നെ ആർക്കും ഒന്നും കിട്ടിയില്ല. ശേഷം ഫുഡ് കഴിക്കാൻ പോയി. ഷാപ്പിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി തിരക്കിയപ്പോൾ ഷാപ്പുകൾ മൊത്തം അടച്ചു. പിന്നെ നമ്മൾ ഒരു കടയിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അവിടെ കയറിയപ്പോൾ ആലപ്പുഴ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ആകെ കിട്ടിയത് കക്കയും ഏതോ ഒരു മീൻ പൊരിച്ചതും. കക്ക മാത്രം ബെറ്റർ, ബാക്കി ഓക്കെ. കടയിൽ കയറുന്നതിനിടെ നമ്മൾ ഒരു ഇന്ത്യനെ പരിചയപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണെന്ന് സംസാരത്തിൽ നിന്ന് മനസ്സിലായി. ആള് നല്ല ഫോമിലായിരുന്നു. ഞങ്ങൾ എന്തു ചോദിച്ചാലും നാമെല്ലാം ഇന്ത്യൻ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ തമിഴിലും ഇംഗ്ലീഷിലും മാറ്റി മാറ്റി ചോദിച്ചെങ്കിലും നാങ്കെല്ലാം ഇന്ത്യൻ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. കുറേ സംസാരിച്ച് ഏറ്റവസാനം ഇന്ത്യൻ പറഞ്ഞു. നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ആരായി? പിന്നെ നമ്മൾ ഫുഡ് കഴിഞ്ഞ് ഇറങ്ങി നമ്മുടെ ബോട്ടിൽ കയറിയപ്പോൾ എവിടെന്നോ എന്തോ വന്ന് വീണ് തെറിക്കുന്നതാണ് കണ്ടത്. ഞങ്ങൾ 4 പാടും ഓടി. ഭാഗ്യത്തിന് ദേഹത്തൊന്നും ആയില്ല. അത് ഇന്ത്യൻ പണിഞ്ഞ വാളായിരുന്നു. അവർ വന്ന ബോട്ട് നമ്മളെക്കാട്ടിയും വലുതായിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ ഏറ്റവും മുകളിലായിരുന്നു. ഇന്ത്യൻ അതിൻ്റെ മുകളിൽ കിടന്നുകൊണ്ടാണ് വാള് പണിഞ്ഞത്. അത് നേരെ താഴെ നമ്മളുടെ ബോട്ടിലേക്ക് വന്നു വീണു. പിന്നെ അത് നമ്മുടെ ബോട്ടിലെ ചേട്ടന് പണിയായി. അതിനുശേഷം ട്രിപ്പ് കുറച്ച് ബോറായി തുടങ്ങി. അപ്പോഴാണ് ഒരു സ്പീഡ് ബോട്ടിൽ ഒരു ചേട്ടൻ വന്ന് 11 പേര് കയറിയാൽ ആൾക്ക് 200 രൂപ വെച്ച് മതിയെന്ന് പറഞ്ഞു.
അപ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങി ബോട്ടിൽ കയറി. അത് പോളി സാധനമായിരുന്നു. അത് ഫുൾ തീയായിരുന്നു. ഫുൾ സ്പീഡ്, വാട്ടർ സ്പ്ലാഷ്, ടേണിങ്, ഫുൾ സ്പീഡിൽ ബോട്ട് വന്ന് ടേൺ ചെയ്ത് ഒരടി. സൂപ്പർ ഫണ്ണായിരുന്നു. അങ്ങനെ ആ ചേട്ടനെ ഒന്നുകൂടി കൺവിൻസ് ചെയ്ത് 2 റൗണ്ട് കൂടി നമ്മൾ ഒപ്പിച്ചു. പിന്നെ ഒരു വൈറലായിട്ടുള്ള റീൽസിൻ്റെ ചുവടെ പിടിച്ച് നമ്മളും ഒരു റീലെടുത്തു. പിന്നെ നമ്മുടെ ബോട്ടിലേക്ക് തിരിച്ചു. ഒരു പഴയ ചായക്കടയിൽ നിർത്തി. കായലിൻ്റെ അരികിലിരുന്നു. ചായയും കടി. ആ ഫീല് പറഞ്ഞാൽ മതിയാകില്ല. നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോ എടുത്തതിന് ശേഷം ഞങ്ങൾ ബോട്ടിലേക്ക് കയറി യാത്ര തുടങ്ങി. വൈകുന്നേരം 7 മണി കഴിഞ്ഞതോടെ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു. നമ്മൾ പോകുമ്പോൾ കഴിച്ച ഹോട്ടലിൽ തന്നെ വീണ്ടും ഭക്ഷണം കഴിക്കാൻ കയറി. വണ്ടിയിൽ ലൈറ്റും സോങ്ങും ഇട്ട് കുറച്ച് ഫണ്ണാക്കിയതിന് ശേഷം കുറച്ച് മയങ്ങി. അങ്ങനെ വീടെത്തി. പിന്നെ 2 ദിവസം ഞാൻ കിടപ്പിലായിരുന്നു. പനി പിടിച്ചു. ഹോണസ്റ്റ്ലി പറഞ്ഞാൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത മുഴുവൻ കിട്ടിയില്ല. കൂടെ ട്രിപ്പിലുണ്ടായിരുന്ന ചേട്ടൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ കണ്ടതല്ല ആലപ്പുഴ, ഇനിയും കുറേ കാണാനുണ്ടെന്ന്. അതിനാൽ ഇനി ഒരു ദിവസം വീണ്ടും പോകേണ്ടി വരും. അന്ന് നമുക്ക് എല്ലാം കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് ഹതാഹുവ. എന്തായാലും ഒരു ചെറിയ ട്രിപ്പ് പോലും ലൈഫിൽ ഒരു റീഫ്രഷ് തന്നെ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.